ഹലോ ഗൈസ്, നമ്മ ഇന്ന് വന്നേക്കണത് നിങ്ങൾക്ക് ഈ സ്റ്റിയറിങ്ങിൻ്റെ ചിഹ്നം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏത് വണ്ടിയാണെന്ന്. റോൾസ് റോയ്സ് ഗൈസ്. ഇതേ ഗൈസ് നമ്മുടെ ചിഹ്നം കണ്ടു. നീ എന്താ കുനിഞ്ഞിരിക്കണം കണ്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കണത് റോൾസ് റോയ്സ് സിയാൻ കേട്ടോ. സിയാൻ അംബാനിയായി വേണ്ട, സിയാനൊക്കെ ഒരു പിച്ചാണ് ഗൈസ് ഇവിടെ ഇന്ന്. നമുക്കിപ്പോൾ നേരെ ഒത്തിച്ച് വിടാം. ഇതെന്നാണ് ഈ കാടിൻ്റെ ഇടയിൽ കുറേ കാക്കണമെന്ന് തോന്നുന്നു. നമുക്ക് ഷോർട്ട് കട്ട് പിടിച്ചാൽ ഓഫ് റോഡ്. പക്ഷേ ഈ വണ്ടി എന്തായാലും കുറേ അടി തട്ടുമെന്ന് ഉറപ്പാണ് എനിക്ക് ഈ ഓഫ് റോഡ് പോകുമ്പോൾ. എന്തായാലും ഈ വഴി പോയാക്കാലേ. ഇവിടെ നിന്നൊക്കെ അറിയിപ്പുണ്ടല്ലോ. പൊന്നു ചമ്പം കുലിക്കോ ഭാഗ്യം എനിക്കൊന്നും അറിയണില്ല. നമുക്ക് അവിടെ എന്താന്ന് നോക്കിയാലോ. ഒന്നും എടുക്കണ്ട, ഗിയർ മാറ്റണ്ടേ. അയ്യോ നാട്ടാരെ, കുടുങ്ങലേ 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 കുടുങ്ങലേ. അയ്യോ അമ്മച്ചി. അപ്പോൾ എടാ ഇവിടെ അല്ലേ മറ്റേ കാർ പാർക്കിങ്ങാ എന്താന്നാവോ. നമുക്ക് എന്തായാലും പോകാം. ഇവിടെ നിന്ന് എന്തോ കഴിക്കണ കടയിൽ നിന്ന് വന്ന വഴിയോടെ അതേരിക്കും. അയ്യോ സാറെ പേടിയാണാടാ. പേടി പോയി. അമ്മേ ഭാഗ്യമുണ്ട് ഗൈസ്, മറന്നില്ല. എന്നാലും കുറച്ച് ചോര പോയി. ഹോസ്പിറ്റലിലേക്ക് പോയി. എന്തിന്? തല കറക്കണ. അപ്പോഴേ 2-3 ചോരയെ പോയുള്ളു. പിന്നെ അവന് തല കറക്കം. റോൾസ് റോയ്സ് ആണെന്ന് നോക്കൂല നമ്മ. സിയാൻ അബ്ബാനില്ല, അടുത്ത റോൾസ് റോയ്സ് വാങ്ങിച്ചേക്കല്ലേ സിയാനെ. സംസാരിക്കടാ. പ്രശ്നമൊന്നുമില്ല, പക്ഷെ എന്നാലും കുറച്ച് സീനാണ്. പക്ഷേ ഇത് നല്ല കുണ്ടും കുഴിയാണല്ലോ, നല്ല രസമുണ്ടല്ലേ റോൾസ് റോയ്സ്. എനിക്ക് ഉള്ളി ഒന്നും അറിയണില്ല. തള്ളു ഗൈസ്. നിങ്ങൾ തന്നെ പറയും ഇവനൊന്നും അറിയാനല്ലോ, ഇത്രയും കുഴിയാടിയായിട്ട്. ഇവിടെ എനിക്ക് തന്നെ കുണ്ടി പപ്പടം ഇടിക്കും. അവൻ ഒന്നും അറിയണില്ലെന്ന്. സിയാനേ ഈ വഴിയാറ് വർഷം ബസ്സും കൊണ്ട് പോയിട്ടുണ്ടാ പണ്ട്. വളക്കാനൊക്കെ പാടാണ്ട ഇവിടെ. പറപ്പിച്ചിട്ടോ ഡ്രിഫ്റ്റായി പോണ്ടാ. അയ്യോ സിയാനേ, എന്താണ്ടാ വണ്ടിക്കകത്തുനിന്ന് ഒരു മണം. നീ പാല് കുടിച്ചതിന് മണോ ഇപ്പൊ ഇങ്ങോട്ടൊക്കെ എത്തിയ? പാലാ ബൂസ്റ്റാ? അയ്യോ നമുക്ക് ഓഫ് റോഡ് മാറിക്കിട്ടില്ല. അമ്മേ അവിടെ കൂടി പോയിക്കോളാം. എത്ര ഓഫ് റോഡില്ല. അത് തന്നെ, പക്ഷെ കാറ് മറിയാൻ ചാൻസ് ഉണ്ട്. ഇത് കാണുമ്പോ മറ്റേ മരണക്കണ ഓർമ്മ തന്നെ. ഇത് കുട്ടിയാണാടാ? അല്ലടാ, ഇത് കുട്ടിയാ. സിയാന് കുട്ടിയൊക്കെ ഈ കണ്ടം വന്നല്ല. സിയാന് കുട്ടിയൊക്കെ വന്നാൽ ഞാൻ അറിഞ്ഞില്ലടാ. നീ അറിയില്ല, നീല വിളിച്ചില്ല. നീ ഒരു പൊട്ടനുണ്ടപ്പോ. അയ്യോ നീ ഒരു പൊട്ടൻ. ചിലമിണ്ടാണ്ടെന്ന് നിന്റെ തല. നീയാണ് എന്നെ വണ്ടി പോയി നിന്റെ ഡ്രിഫ്റ്റ് ആയി പോണത്. അയ്യോ കാട്ടിക്ക് വെച്ചൊരു കഴിവാണ്ട് അതൊക്കെ. ഞാൻ ഓടിക്കണം. അപ്പൊ കുറച്ചുകൂടി കാട്ടിക്കയറ്റത്. അയ്യോ അത് വേണ്ടേ, നീ കാട്ടിക്ക് വെച്ചത് കാടായിക്കൂല, അത് കൊക്കെ ആയിക്കുമ്പല്ലേ. കുറച്ച് പതിയപ്പോഴെ ഇവിടേക്ക് ഒന്ന് സ്പീഡിൽ പോകാൻ പറ്റില്ല. അതെനിക്കറിയാടേ. ഈ വണ്ടി കുറച്ച് ഹാമേഡ് വണ്ടിയാണ്ടാ. ഹാമേഡാ? ഇനി 10% കൂടി ഉണ്ട്. എന്ത് സാധനം? ഇടിക്കാണ്ടിരിക്കാൻ. എന്ത് 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 എന്ത്? നീയല്ലേ വന്നെ എന്തോ സാധനം ഇടിക്കാണ്ടിരിക്കുന്നൊക്കെ. ഇത് ആമറുണ്ട്. ഓക്കെ അതൊക്കെ വിട്. എന്താ വണ്ടി പവറൊക്കെ ചെയ്യാനേ. നീ എന്നൊക്കെ ഇതൊരു മോഡിഫൈഡ് ചെയ്യാൻ പാടില്ലടാ റോൾസ് റോയ്സ്. വയ്യ ആയിരിക്കും എനിക്ക്. അതെന്ത് പരിപാടിയായി പോയി അല്ലേ. നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് അടിക്കോ. അടിച്ചില്ലെങ്കിൽ ചെയ്യാൻ ഇതേപോലെ കുശി വിടും. അയ്യോ നിങ്ങൾ അടിച്ചില്ലെങ്കിൽ മിക്കവാറും ഇങ്ങനെ പോകുള്ളൂ. അതന്നെ, നീ അടിക്കണം. അല്ലെങ്കിൽ എൻ്റെ റോൾസ് റോയ്സ് ഒടിഞ്ഞിലാവും മിക്കവാറും എൻ്റെ കയ്യിൽ നിന്ന്. ശരി, അത് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുമോ അവര്? ഉറപ്പാണോ? ചെയ്താ സൈഡിൽ കൂടി പോയി മരമൊക്കെ ഉള്ള വഴിയാ. ഓക്കെ ഇപ്പോൾ ഇച്ചിരി ഓഫ് റോഡ് പോകുന്നു, പക്ഷെ എന്നാലും ഓഫ് റോഡ് കൂടി പോവാ. നല്ലൊരു വൈബിള്. നീ ഒറ്റ ആ കാറിങ്ങാട്ടൊക്കെ. അയ്യോ
ആ ശരി, നീ ഞാൻ കൊന്നിട്ട് ഞാൻ ഒറ്റ കൊക്കോളം നടന്ന്. വേണ്ട. അതെന്താ വേണ്ടാത്ത നിനക്ക്? അതെന്താന്ന് അല്ല നീ അയ്യോ അയ്യോ അയ്യോ. മേലിക്കൂടി ഒരു കരണ്ട് കമ്പി പോയിട്ടുണ്ട്. അതിൽ നമുക്ക് ഷോക്ക് അടിപ്പിച്ചാൽ ഷോക്ക് അടിപ്പിക്കാനുണ്ട്. നമുക്ക് താഴത്തേക്ക് ഇത് മുറിച്ചിട്ടാം. അപ്പോൾ ഏതെങ്കിലും വല്ല വണ്ടി വരും. നല്ല സ്പീഡിൽ പോണ നല്ല കാറ്റും കിളിയുടെ സൗണ്ട് ആക്കൊണ്ട് കഴിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അല്ലേ നോക്കിയല്ല ശ്രദ്ധിച്ച് കേട്ടാ മതി. അതന്നെ. കാട്ടി നീ അടുത്ത് കടന്ന് കുലുങ്ങണ സൗണ്ടാണ് ഇടക്കിടക്ക് കേൾക്കണ. സിയാനെ നിങ്ങൾ വല്ല നമുക്കൊരു ഇതെടുക്കണ്ടേടാ ഗൈസ്. അന്നെടുത്ത ചെയ്സ് അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ആ ചെയ്സ് ഇപ്പൊ നമ്മ കൊടുത്ത് നമ്മ അത് കാട്ടിപ്പോയെന്നല്ല പറയേണ്ടത്, കൊടുത്ത് നമ്മ. കാരണം ആ വണ്ടി പോയി. ആ വണ്ടി അങ്ങനെ നമ്മുടെ കയ്യിൽ പോയി. നമുക്ക് ഇച്ചിരി ഷോർട്ട് കട്ട് അടിച്ചു. അയ്യോ അയ്യോ, ഞാൻ ആദ്യമായിട്ടാണ് പോലീസുകാരെ. ഇച്ചിരി ഷോർട്ട് കട്ട് അടിച്ചു കഴിയുമ്പോൾ ഇപ്പൊ വൈബ്രേഷൻ വരും. വൈബ്രേഷൻ വന്നില്ലേ? അതിപ്പോ ഞാൻ കാണിച്ചുതരാം. വൈബ്രേഷൻ വന്നില്ല. ഞാൻ അടുത്ത പ്രാവശ്യം വിളിച്ച് പറയാം വൈബ്രേഷൻ എടുത്ത് വരാൻ. ഹലോ ഇപ്പൊ വന്നില്ല. പക്ഷെ അതൊന്ന് പരിപാടി വൈബ്രേഷന് ചെയ്യാൻ്റെ കുണ്ടിക്ക് ഇച്ചിരി മസാജ്. അല്ല പരിപാടിയാണ് ഞാൻ പറഞ്ഞു. ഐസ്ക്രീം എന്ത് 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 നീലാണ് ഇപ്പൊ പരിപാടി ഉണ്ടത്. എന്ത് പരിപാടി? സിയാൻ്റെ കല്യാണ പരിപാടി കേട്ടോ. വേണ്ടവർ താഴെയാക്കണമെന്ന് നമ്പറിൽ വിളിക്കണ്ട. കാരണം ഇവൻ്റെ പരിപാടിക്കൊന്നും എല്ലാവരും മുടിഞ്ഞു. ഇവനും കൂടി വന്നോണ്ട് അതുകൊണ്ട് ഇവൻ മുടിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പൊ. അത് തന്നെ. അതൊക്കെ വിട്, നമുക്ക് നേരെ നിർത്തിക്കാം സിയാനെ. സിയാനെ നിനക്ക് ലൈസൻസ് ടെസ്റ്റ് ഈ റോട്ടി വെച്ചെടുക്കണ്ടേ? മറ്റേ ടെസ്റ്റ് എന്തായാലും നിനക്ക് അറിയാം. റോഡ് ടെസ്റ്റും കൂടെ നോക്കിയാൽ പോരെ നിനക്ക്? ഈ റോട്ടി കൂടി പോവാനാ വേണോ? വേണമെങ്കിൽ എടുത്തോ. ഇപ്പത്തല്ല, ഇപ്പോഴല്ല. നമുക്ക് ഇത്തിരി നാള് കഴിഞ്ഞിട്ട് ഫണ്ടൊക്കെ ഒന്ന് സെറ്റായിട്ട് നിനക്കൊരു വണ്ടി ഒപ്പിക്കണം. ഇപ്പൊ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒരുമിച്ച് അമർത്തുക. 3, 2, 1 കടിച്ചോ? കയറ്റം പോയി ഗൈസ്. എവിടെ പോയി? അയ്യോ വണ്ടി സ്റ്റാർട്ടാകാതെന്നറിയാമോ? എന്ത് വളിയില്ലാത്തോണ്ട്. വളിയില്ലാത്തോണ്ട് ഇപ്പഴെല്ലാം മനസ്സിലായി. കുറച്ചു പൊളി വിട്ട് ഗൈസ്. ഒന്നും വിചാരിക്കേണ്ട കാര്യം ഒന്നും വിചാരിക്കണ്ട ഗൈസ്. ഇവനെ നേരത്തെ ഇടിച്ചേരി. അതെന്താ പിന്നെ ഓഫായി പോണ? അത് ഞാൻ ഓടിക്കാത്തോണ്ടാണ്. വെറുതെ നീ ഓടിച്ചതിനാൽ ഞാനുണ്ടാവില്ല. ബാക്കി അതാണ് നീ ഇപ്പോൾ ഓടിക്കേണ്ടത് തിരക്കാലം. അപ്പോൾ ഗൈസ് നമ്മൾ മൂഞ്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഒന്നും തന്നെയില്ല. ഒന്നും കൂടെ നമ്മൾ സ്റ്റാർട്ടായി. ശരി പിന്നെ ഓഫായി ഗൈസ്. നീ സബ്സ്ക്രൈബ് അടിച്ചേ, എന്നാലല്ലേ സ്റ്റാർട്ടാവുള്ളൂ വണ്ടി. സ്റ്റാർട്ടായി. ഓക്കെ ഓടിച്ചോയി. അയ്യോ വെള്ളം ഉള്ളടാ നാച്ചു. നീ എന്താണ് വെള്ളം തെറിക്കാൻ? അലക്കൂലെന്നാ? അല്ല വഴക്കൂല. വഴക്കൂല്ലേ? എന്തൊക്കെയാ പറയണം കിളിയില്ലാത്ത ഗൈസ്. വലിയ കോടീശ്വരനൊന്നും വേണ്ട കാര്യമില്ല. ബുദ്ധിയൊക്കെ ഉണ്ട്. എവിടെയുണ്ട്? തലയിൽ ഞാൻ കണ്ടില്ലല്ലോടാ. അന്നൊക്കെ കാണാൻ പറ്റുമോ? കാണിന്റെ തലയുടെ ഉള്ളിലല്ല. അതൊന്നും തുറന്ന് കാണിക്കാൻ പറ്റൂലേ? ഇല്ലടാ, അതാ നിന്റെ കാണിച്ചു തന്നെ. കണ്ടാ? നീ കണ്ട? ഇല്ല കണ്ടില്ല. അത് കണ്ണൂട്ടനായോണ്ട് നിർത്തിക്കട്ടെ. വേണ്ട. നീ കഴുത്തിക്കയറി പിടിച്ചാൽ നമ്മ രണ്ടിനും കൊക്കേ പോട്ടെ. പൊക്കൂലടാ. അയ്യോ അടി ഈ വണ്ടി അത്യാവശ്യം നല്ല കണ്ടോളണ്ടാ നിന്റെ BMW കാട്ടിക്കയറാനായിട്ട്. നിന്റെ BMW കൊണ്ട് നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? എൻ്റെ ട്രാവലർ. നീ ട്രാവലർ എടുക്കണ്ടേ? നമുക്ക് ട്രാവലർ നീ എടുക്കോ? ഇപ്പൊ ഓട്ടോ ഇല്ലാണ്ട് വെറുതെ ഇരിക്കണല്ലേ? അല്ല ഇപ്പൊ ഓട്ടോ എന്നാ പിന്നെ നമുക്ക് നാളെ ഉണ്ടാവും. ഫ്രീ ആണോ? ഇല്ല, അപ്പോഴും ഓട്ടോ ഉണ്ടാവും. അതോ പിന്നെ നാളത്തെ ഓട്ടം എന്നാ ഒരു കാര്യം ചെയ്യാം. നമുക്ക് നാളത്തെ ഓട്ടം നമുക്ക് പോവാം. ഓക്കെ? വണ്ടി എടുക്കുമല്ലോ നീ? വണ്ടി എടുക്കൂലേ? എടാ അല്ലെങ്കിൽ നമുക്കൊരു പുതിയൊരു വണ്ടി എടുത്താലോ അങ്ങോട്ടേക്ക്?
നമുക്ക് ഇതൊരു ഇത് എടുത്തിട്ട് നമ്മൾ എടുക്കാത്ത സാധനം എടുക്കാം. ലേസർ നമ്മുടെ വണ്ടിക്ക് കുറവാണ്. നമുക്ക് ലേസർ നമുക്ക് ഹെലികോപ്റ്റർ എടുക്കാം. ഹെലികോപ്റ്ററാ? അതൊന്നും ഇല്ലടേ. നമുക്ക് നോക്കാം. അതൊന്നും വേണ്ട. അതൊക്കെ ഉണ്ടാവും. അതൊക്കെ വേണ്ട, പോടാവില്ല. എന്നെന്താ നമുക്ക് ബസ്സിനൊരു പറക്കണ ഇത് പിടിപ്പിക്കാം. പറക്കണ ഇതാ? എടാ നീ ഇത് കൊച്ചു ടി വി ഒന്നും അല്ല, ഇത് റിയൽ ലൈഫാണ്. ഓ ഇതൊക്കെ ഭയങ്കര കേച്ചോണ്ടാ. നീ ഇത് ഈ റോൾസ് റോയ്സ് എവിടെ പോയിട്ടാണോ വാങ്ങിച്ചത്? ഇത് പവർ കൂടിയ അത് ഞാൻ പറ്റിച്ചേണ്ട. സസ്പെൻഷൻ ഒരു റിച്ചായ വണ്ടിക്ക് ഒന്നിനും ഇല്ലടാ പൊട്ട. ആര് വന്നി? എന്നാ നീ പറയാതിനാണല്ലോ. എൻ്റെ മറ്റേ നാനോക്കാറുണ്ട്. നിന്റെ നാനോക്കാർ എവിടെ പോയി? നാനോക്കാർ ഞാൻ വിറ്റ്. എന്താ അതിന്റെ ഇപ്പോഴത്തെ വില എന്താന്നറിയാമോ? 1 ലക്ഷം 10 ലക്ഷം വയ്ക്കും. കൂടിയടാ. ഇപ്പൊ നോക്കി ലാഭം ഉണ്ടായിരുന്നു. എത്ര? ഇപ്പൊ 11 ലക്ഷമായി. 11ആയ? പക്ഷെ ഞാൻ വിറ്റത് 12 ലക്ഷത്തിനാണ്ട്. അപ്പൊ നീ അയാളെ പറ്റിച്ച്. ഞാൻ പറഞ്ഞിട്ട് പോലെ അയാളെ നമ്പറൊന്നും ഇല്ല. നിങ്ങൾക്കൊരു വണ്ടി വിറ്റായിരുന്ന? ഇല്ല അല്ല ചേട്ടാ അവളെ ആൾക്കുണ്ട്. ഗൈസ് ഇവനെ ഞാൻ പറ്റിക്കാൻ വേണ്ടിട്ട് പറയണേ. അയ്യോ അതായത് ഞാൻ ആമസോൺ കാർഡിൽ കൂടി റൈഡ് പോയിടും വരെ. അല്ല റോഡ് കാണാൻ നോക്കണ. കണ്ട്. എന്നാ ഇത് ശരിക്കോ അമ്മ കുറച്ച് ഇപ്പുറത്ത് കൂടി കൊള്ളായിരുന്നു. അല്ല വഴി എവിടെയാണ്? ഇതിന്റെ അപ്പുറത്തെ കണ്ടെത്തി കൂടി. ഇത് തന്നെയാണോ വഴി? എനിക്ക് അടുത്ത വരി വളഞ്ഞാണോ പോണ്ടത്? അല്ലടാ നേരെ നേരാണല്ല. കൊള്ളാം. ആക്കി കൊണ്ടുപോകണം. നീ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. ഞാൻ ഇങ്ങോട്ടേക്കാണ് കൊണ്ടുപോകണം. അയ്യോ ഇവിടെ നിന്ന് ഇടിക്കാണ്ട് പോകാൻ പറ്റൂലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നീ ഇടിച്ചിട്ടാ പിന്നെന്ത്? ഇനി നമുക്ക് ചാടിച്ചു പോവാം. ശരി എങ്ങനെയാണ്ടാ ഉള്ളിലെ എക്സ്പീരിയൻസ്? ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് എനിക്ക് അതേത് ബെൽറ്റാ? അതാണ് സീറ്റ് ബെൽറ്റ്. സീറ്റ് ബെൽറ്റ് എന്ന് പറയണം. സീറ്റ് ബെൽറ്റ് നീ സീറ്റ് ബെൽറ്റ് എന്ന് പറ, സീ ബെൽറ്റ് എന്നല്ല. എൻ്റെ വാക്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യും. ഇവിടെ നമുക്ക് വണ്ടി ഞാൻ ഇറങ്ങാം പുറത്തായിട്ട്. ഗൈസ് അങ്ങനെ നമ്മൾ ഇതാ റോൾസ് റോയ്സ് കാർഡ് കയറ്റിയിരിക്കുന്നു. നടക്കൂ. നടക്കും. ഓക്കെ ഓക്കെ ഹാപ്പി നേരെ പോയിക്കോഞ്ഞി. എടാ വണ്ടി അനക്കാച്ചാ എനിക്ക്. എന്നാലും ഞാൻ നോക്കട്ടെ. നിക്ക് ഞാൻ മാറാം. ഇതെന്താ വണ്ടി അനങ്ങാത്ത? ഗിയർ ന്യൂട്രലിട്. ന്യൂട്രൽ ഇട്ട് എന്നിട്ട് ഇനി അങ്ങോട്ടേക്ക് വെച്ച് വടക്ക്. എടാ നമുക്കൊന്ന് പിക്കപ്പിനോട് ചെറിയപ്പോ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മ പിക്കപ്പിനോട് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറെ ദൂരം പോകാനുണ്ട്. എന്താണെന്നറിയില്ല ഗൈസ്, വണ്ടിക്ക് ഒരു ഫുള്ളിങ് ഇല്ലാത്ത പോലെ. ഗൈസ് എല്ലാവർക്കും കല്ലടിക്കും സ്വാഗതം. കല്ലടിക്കോ? എന്താണ് കല്ലും ഇല്ലാത്ത? നീല കൊണ്ടുവന്ന കല്ലടിക്കുന്നത് വണ്ടി അനങ്ങാത്ത? എടാ ആദ്യം ഹാൻഡ് ബ്രേക്ക്. സോറി ഗൈസ്, ഹാൻഡ് ബ്രേക്ക് വലിക്കാൻ മറന്നുപോയി. ഗൈസ് എന്നെക്കാട്ടും വലിയ ഓട്ടമായിരുന്നു തന്നെ. അയ്യോ ഇതെന്ത് വലിയ കയറ്റോണ്ടാ? അതാണ് വലിയ കയറ്റം. അല്ല ഇത് വലിയ കയറ്റമല്ല, ഇതൊക്കെ കുഞ്ഞിക്കയറ്റല്ലേ. വലിയ കയറ്റം എന്ന് പറയുമ്പോ വണ്ടിയൊക്കെ കുടുങ്ങിപ്പോണം. എന്നാ കുടിക്കുക കാണിച്ചാല. വേണ്ട നീ കൊടുക്കണ്ട, എന്നെ കൂടെ അയ്യോ. അപ്പൊ ഗൈസ് നമ്മളെ ഇനി കൊറേ ദൂരം പോകാനുണ്ട്. ഒറ്റവളവാ. അയ്യോ ഫ്രണ്ട് അതൊക്കെ ഫ്രണ്ട്. ഇതാണ് സുമതി വളവ്. സുമതി എവിടെ പോയി? ഹലോ സുമതി ചേച്ചി. ഹലോ ചിക്കൻ വിളിക്കണം. എന്നാണ് വണ്ടി എന്നാണ് നിനക്ക് ശ്വാസം മുട്ടിയ വണ്ടിക്ക്? AC ഓണാക്കാണ്ട് പിന്നെ AC ഒക്കെ ഓണാണ്ടാ കഴുതേ. ഫുള്ളില്ല. ഇപ്പൊ തന്നെ നമുക്ക് 5-ലിടാം. നമുക്കാണെങ്കിൽ എന്നാ 0-ലിടാം. അയ്യോ അത് പറ്റൂലേ. നീ ഫാനും ഇട്. വണ്ടിക്കകത്ത് ഫാനില്ലടേ. ഞാൻ പഠിപ്പിച്ചോളാം. നീ ഇതെടുത്ത് വണ്ടി ഒന്ന് ഓണാക്കി. വളി ഓണാക്കണേ. നിന്റെ വളി ഓണാക്കി. സിയാനെ തിരിഞ്ഞേ 2 ഈന്തപ്പഴം കശുവണ്ടിയൊക്കെ ഇട്ടേ ഒക്കെ പഴിപ്പിച്ചു വിട നീ. അയ്യോ എടാ നമുക്കെന്നാ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ?
ആ കൊറേ നേരമായി ഈ റോഡിൽ നിന്നൊന്നും കഴിയൂല. അപ്പോൾ ഗായ്സ് ഈ റോഡ് ഇന്നൊന്നും കഴിയില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഇവിടെ റോൾസ് റോയ്സും കൊണ്ടുള്ള യാത്ര അവസാനിപ്പിച്ചിരിക്കുന്നു. ബൈ. കണ്ട ഗൈസ്, ഞാൻ പിന്നെ വിശുദ്ധനായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കേൾക്കണം. അപ്പോൾ